സ്വപ്നത്തിനൊപ്പം അമ്മയുടെ സ്വപ്നത്തെയും പൂർത്തിയാക്കിയ ഒരു മകൻ. നമസ്കാരം രാജീവ് പീതാംബരൻ. ഹായ്, നമസ്കാരം. രാജീവ്, നാട്ടിന് പുറത്ത് നിന്ന് ഫാഷന്റെ ലോകത്ത് അതൊരു വലിയൊരു ലോകമാണ്. എങ്ങനെയാണ് അവിടെ എത്തിയത്? നാട്ടില് ഞാൻ +2 കഴിഞ്ഞിട്ട് പതുക്കെ ഇങ്ങനെ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോൾ ഇങ്ങനെ എൻ്റെ മുന്നിൽ വന്നെത്തിയതാണ് ഡിസൈനിങ്. അങ്ങനെ ഞാൻ ഗ്രാജുവേഷൻ അവിടെ പോയി. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ മുംബൈയിൽ പോയി, നെഫ്റ്റിൽ പോയി. അങ്ങനെ ജേർണി അങ്ങനെ പോവായിരുന്നു. പിന്നെ ടെക്സ്റ്റൈലിനോടും ഇന്ത്യൻ ടെക്സ്റ്റൈലിനോടും ക്രാഫ്റ്റിനോടും അങ്ങനെ ഇഷ്ടം തോന്നി. അതിൽ റിസർച്ച് ചെയ്യാൻ തുടങ്ങി, അത് റിവൈവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് അതിലേക്ക് എത്തിയത്. മാത്രമല്ല വിഷ്വൽ ആർട്ടിസ്റ്റ് കൂടിയാണ് രാജീവ്. ഈ സൈനോടൈപ്പ് ഇതുമായി ബന്ധപ്പെട്ട നിരവധി വർക്ക്ഷോപ്പുകളും പരീക്ഷണങ്ങളും അടക്കം രാജീവ് നടത്തുന്നുണ്ട്. ശരിക്കും എന്താണ് ഈ സൈനോടൈപ്പ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സൈനോടൈപ്പ്, അതെ, കുറെ വർക്ക്ഷോപ്സുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പം ബിനാലയിൽ ഇന്നലെയും മെനഞ്ഞാന്നും വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇതൊരു ഓൾട്ടർനേറ്റീവ് പ്രിന്റിംഗ് പ്രോസസ്സ് 1842 ഇൻവെന്റ് ചെയ്ത പ്രോസസ്സാണ്. അത് നമ്മളൊരു ഡാർക്ക് റൂം പ്രോസസ്സ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ സണ്ണിൽ നമ്മളുടെ ചുറ്റുമുള്ള സ്പെസിമെൻസ് കളക്ട് ചെയ്തിട്ട് അങ്ങനെ എക്സ്പോസ് ചെയ്തിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. സോ അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ലോക്ക്ഡൗൺ മുതലാണ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അതങ്ങനെ പോയി. പിന്നെ അത് ഇവോൾവ് ആയി പല പല ടെക്നീക്സും അറിയാൻ തുടങ്ങി, ലേൺ ചെയ്യാൻ തുടങ്ങി. പിന്നെ ആൻഡോടൈപ്പ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങി, അതിൽ റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അത് പോയി. നല്ല എന്താ പറയുക, എസ്പെഷ്യലി ലോക്ക്ഡൗൺ ടൈമിൽ അത് മുന്നിൽ എത്തിയപ്പോഴത്തേക്ക് അത് കുറച്ച് ചെയ്ത് തുടങ്ങിയപ്പോൾ ഭയങ്കര അഡിക്റ്റീവ് ഒരു പ്രോസസ്സും പിന്നെ അത് കണ്ടിന്യൂസ്ലി ചെയ്യാൻ തന്നെ തുടങ്ങി. നമ്മളിപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ സൈനോടൈപ്പിനൊപ്പം തന്നെ ആൻഡോടൈപ്പ് എന്നുള്ളൊരു വിഭാഗവും കാണാറുണ്ട്. ശരിക്കും എന്താണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വ്യത്യസ്തമാകുന്നത്? ആൻഡോടൈപ്പ് നമ്മൾ കുറച്ചുകൂടെ ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഇമോഷൻസ് ഒക്കെ എടുത്തിട്ട് അത് എക്സ്ട്രാക്ട് ചെയ്ത് അങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നതാണ് ആൻഡോടൈപ്പ്. അത് ചിലപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങൾ എടുക്കും, ചിലത് ഒറ്റ ദിവസം, ചിലപ്പോൾ 1 മാസം എടുക്കും, 2 മാസം, അങ്ങനെ ആണ് ആ പ്രോസസ്സ് നടക്കുക. സൈനോടൈപ്പ് നമുക്കൊരു 10-15 മിനിറ്റ് ഈ പ്രോസസ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ്സിൽ നമുക്ക് എക്സ്പോസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ ഇക്കോ പ്രിന്റിങ്ങിന്റെ പ്രക്രിയ അത് ഈ സിന്തറ്റിക് അല്ലെങ്കിൽ കെമിക്കൽ പ്രിന്റിംഗ് രീതികളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? എക്കോ പ്രിന്റിങ്ങും നാച്ചുറൽ ഡൈയും ഒബ്വിയസ്ലി നമ്മുടെ ചുറ്റുമുള്ള ഫ്ലവേഴ്സ്, ലീവ്സ്, അതൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന കാര്യം. അത് നാച്ചുറലി ഉള്ളതാണല്ലോ, നമ്മുടെ ചുറ്റുമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് യൂസ് ചെയ്തിട്ടാണ് കൂടുതലും എൻ്റെ റിസർച്ചും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ തന്നെയാണ് ഈ പ്രാക്ടീസും ചെയ്തുകൊണ്ടും ഇരിക്കുന്നത്. അപ്പൊ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മുടെ വീട്ടില് ഇത് പഠിച്ചു കഴിഞ്ഞാൽ പതുക്കെ ഇപ്പോൾ ഒരു എന്താ പറയുക, കളയറായ ഒരു നിറം വാങ്ങിയ ഒരു ഷർട്ട് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് നാച്ചുറൽ ഡൈസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിനെ ഒന്നുകൂടെ റിവൈവ് ചെയ്തെടുത്ത് വീണ്ടും യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ ഈ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഒരു മേഖലയിലേക്കൊക്കെ ഇറങ്ങുക അല്ലെങ്കിൽ അതിലേക്ക് ഒരു താല്പര്യം തോന്നുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും വേണ്ടത് തന്നെ. ഇപ്പം ഈ സൈനോടൈപ്പ് മെത്തേഡ് അതിനെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ എന്തെങ്കിലും വെല്ലുവിളികളൊക്കെ ഈ മേഖല നേരിടുന്നുണ്ടോ? പ്രധാനമായിട്ടും ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആർട്ടിസ്റ്റിനടക്കം വെല്ലുവിളികൾ നേരിടേണ്ടി വരാറുണ്ടോ? എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. എനിക്കിഷ്ടമുള്ളത് എപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ആ സ്കില്ലുകൾ ഇപ്പോൾ ബിനാലെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കുറേ വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യുന്നു, പുതിയ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു, നമ്മുടെ സെയിം തോട്ട് പ്രോസസ്സിലുള്ള കുറേ അലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിലൊക്കെ കൂടുതലും പഠിക്കാനും പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും തന്നെയാണ് തോന്നാറ്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇഷ്ടമുള്ളത് ചെയ്യുന്നു. പിന്നെ എനിക്കൊരു വലിയ സപ്പോർട്ടിങ് സിസ്റ്റം എൻ്റെ അമ്മ തന്നെയാണ്. അപ്പൊ അമ്മ അതിങ്ങനെ എന്താ പറയാ, കൂടെ ഇങ്ങനെ ഒരു നല്ലൊരു സപ്പോർട്ടിങ് സിസ്റ്റം ആയിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. ഈ രാജീവ് പീതാംബരൻ എന്ന പേരിലെ വസ്ത്ര ബ്രാൻഡ്, ആ ബ്രാൻഡിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അതിന്റെ ഒരു പിറവിയൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ 2018 ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എപ്പോഴും ഉണ്ടായിരുന്നു മനസ്സിൽ, എപ്പോഴും ഈ റിസർച്ച് എല്ലാം ഇന്ത്യൻ ഹാൻഡ്ലൂം ക്ലസ്റ്റേഴ്സും ഒക്കെയാണ്. അപ്പൊ അതിനെ റിവൈവ് ചെയ്യിക്കണം, അതിലൊരു കളക്ഷൻ തുടങ്ങണം, അങ്ങനെ ഒരു ബ്രാൻഡ് തുടങ്ങണം എന്നുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങിയതാണ്. അപ്പൊ ആദ്യത്തെ കളക്ഷൻ കണ്ണൂർ ഹാൻഡ്ലൂം ഫാബ്രിക്സ് വെച്ചിട്ടുള്ള ഒരു കളക്ഷൻ ആയിരുന്നു, സാരീസും ഒക്കെ ആയിട്ട്. ഏറ്റവും കൂടുതൽ എല്ലാവരും ഈ ബ്രാൻഡിലേക്കൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നത് അമ്മ മോഡലായി എത്തിയപ്പോഴായിരുന്നു. എങ്ങനെയായിരുന്നു അമ്മയെ മോഡലാക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തി? അതെങ്ങനെയായിരുന്നു? അമ്മ എത്തിയത് ബേസിക്കലി എന്താ പറയാ,
അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഒരുങ്ങാനും എല്ലാത്തിനും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടമാണ്. അപ്പം പുള്ളിക്കാരി എനിക്ക് ഓക്കെ സാരീസ് മോഡലിംഗ് ആവശ്യമുണ്ട് അല്ലെ ഒരാളെ വേണം എന്ന് തോന്നിയപ്പോൾ ഞാൻ ആദ്യം അമ്മയോട് തന്നെ ചോദിച്ചത്, അമ്മ ഓക്കെ ആണോ, ഇത് ചെയ്യാൻ താല്പര്യമുണ്ടോ? അമ്മ പറഞ്ഞു പിന്നെന്താ നമുക്ക് ചെയ്യാലോ എന്നുള്ള ഒരു അമ്മയും ഇഷ്ടം പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മളങ്ങ് ചെയ്തു. പിന്നെ എപ്പോഴും നമ്മൾ ആ സമയത്തെല്ലാം ഞാൻ കാണുന്നതും ഈ പറയുന്ന മോഡൽ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ലിമിറ്റ്, എന്താ പറയാ, ഓരോ കളർ അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ ഈ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മോഡലിങ്ങും അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന കണ്ടിരുന്നു. അപ്പൊ അതെനിക്ക് എന്തുകൊണ്ട് എല്ലാവർക്കും ചെയ്തുകൂടാ, എല്ലാവരുടെ ഉള്ളിലും ഒരു ബ്യൂട്ടി ഉണ്ട് എന്ന് തോന്നി. അങ്ങനെ തുടങ്ങിയതാ. അങ്ങനെ അമ്മ ചെയ്ത് തുടങ്ങി. അമ്മ പിന്നെ അതിൽ എക്സ്പെർട്ട് ആയി. അമ്മയാണെങ്കിൽ ഇപ്പം അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ രാജീവൻ്റെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് നാട്ടിൻ പുറത്താണ് അമ്മ, അങ്ങനെ ഫാമിലിയുമായിട്ടൊക്കെ തന്നെയും അങ്ങനെ താമസിക്കുന്നു, കൃഷിയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു വേറൊരു ലൈഫ് സ്റ്റൈല് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് കൊച്ചിയിലേക്ക് മകനൊപ്പം നിൽക്കാൻ വരുന്നു. എങ്ങനെയായിരുന്നു അമ്മ ഈ കാര്യങ്ങളിലൊക്കെ തന്നെയും കൺവിൻസ് ആയി, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം തന്നെ നിന്ന് എങ്ങനെയാണ് അമ്മ അങ്ങനെ എത്തിയത്? അമ്മ എത്തിയത് അതൊരു അച്ഛൻ മരിച്ചത് പിന്നെ അമ്മ ഒറ്റയ്ക്കായിരുന്നു ആലപ്പുഴ ഉണ്ടായിരുന്നത്. അപ്പം എനിക്കും ഒരു ഡൗട്ടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു, അമ്മ എങ്ങനെ സിറ്റി അഡാപ്റ്റ് ചെയ്യും, നാട്ടിൻ പുറത്ത് ഇത്രയും വർഷം ജീവിച്ച ആളാണ്. അപ്പൊ പതുക്കെ പതുക്കെ അതൊരു ഇയേഴ്സ് ആയിട്ടുള്ള ഒരു എഫേർട്ടും പതുക്കെ സിറ്റിയിലേക്ക് എക്സ്പ്ലോർ ചെയ്യുന്നു. ഇടയ്ക്ക് 2 ദിവസം കൊണ്ടുവരുന്നു, പിന്നെ അത് 5 ദിവസമായി. അങ്ങനെ അങ്ങനെ പിന്നെ എൻ്റെ വർക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെ ഞാൻ എന്താ ചെയ്യുന്നത് അങ്ങനെയുള്ളത് എൻ്റെ സുഹൃത്തുക്കളെയും ആയിട്ട് പരിചയപ്പെടുന്നു. അപ്പൊ അമ്മയ്ക്ക് പതുക്കെ പതുക്കെ അത് അഡാപ്റ്റായി. ഇപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. രാജീവ് സ്വയം സ്വപ്നം കാണുക, അല്ലെങ്കിൽ കണ്ടെടുത്ത ഒരു ഡ്രീം തന്നെയാണ് രാജീവ് പീതാംബരൻ എന്നുള്ളൊരു ഒരു ബ്രാൻഡ്. അപ്പം അമ്മയെ ഒപ്പം തന്നെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുക, അല്ലെങ്കിൽ അമ്മയെ ഒപ്പം കൂട്ടി അമ്മയും കൂടുതൽ സ്വപ്നം കാണാൻ ആക്കി തീർത്തിരിക്കുകയാണ് ഒരു മകൻ. നമുക്കറിയാം മൂവിയിൽ അടക്കം അമ്മയെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനൊക്കെ തന്നെ പിന്നിൽ രാജീവായിരുന്നു. എങ്ങനെയായിരുന്നു അമ്മ മൂവിയിലേക്കുള്ള ഒരു എൻട്രി ഒക്കെ? അമ്മ അതിലൊക്കെ താല്പര്യം അത്ര ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു? അതും ഇതേപോലെ കുറെ അന്ന് പിക്ചേഴ്സ് ഒക്കെ ഇങ്ങനെ ഫ്രണ്ട്സും എല്ലാവരും കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ഫ്രണ്ട് ചോദിച്ചു അമ്മ അഭിനയിക്കുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അത് അമ്മയുടെ അടുത്ത് ഡയറക്റ്റ് നമുക്ക് ചോദിക്കാം, അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് അവര് പറഞ്ഞു നമുക്ക് ഓഡിഷനും നോക്കാം. ഞാൻ പറഞ്ഞു ഓഡിഷനും നോക്കാം, നമുക്ക് ഓഡിഷൻ എങ്ങനെയാ അമ്മ ചെയ്യുക, അമ്മ അത് ഓക്കെ ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് പിന്നെ ഓഡിഷനൊക്കെ എടുത്തിട്ടാണ് ആ ഫസ്റ്റ് പടത്തിലേക്കൊക്കെ എത്തുന്നത്. അപ്പൊ അത് അമ്മയ്ക്കും അത് ആ ഒരു സ്പേസും അമ്മയ്ക്ക് ഇഷ്ടമായി തുടങ്ങി. പല ഇപ്പൊ അഡ്വർടൈസ്മെന്റ്സ് ആണെങ്കിലും മോഡലിംഗ് ആണെങ്കിലും അങ്ങനെയാണ് അമ്മ അതിലേക്ക് എത്തിയത്. അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ എന്നാ പറയാറ് എപ്പോഴും. അപ്പം അമ്മ ഇഷ്ടമുള്ളത് ചെയ്യുന്നു. ഫ്രാൻസിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് അവരുടെ കൂടെ, അതായത് ഒരു പുതിയൊരു ക്രൂ, ഒരുപാട് ആളുകൾ, അപ്പം മുൻപൊന്നും ശീലിക്കാത്തൊരു കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിലൊക്കെ ശരിക്കും അഡാപ്റ്റായി പെട്ടെന്ന് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ, പെട്ടെന്ന് തന്നെ അഡാപ്റ്റായി പോകാൻ. അപ്പൊ അമ്മ അത് ഭയങ്കരമായിട്ട്, ഞാൻ ഒത്തിരി പഠിക്കുക, ലേൺ ചെയ്യാണ് അമ്മയുടെ കൂടെ താമസിക്കുമ്പോഴത്തേക്ക്. ഓരോ ദിവസവും ഓരോ ലേണിംഗ് പ്രോസസ്സ് തന്നെയാണ്. അപ്പൊ അമ്മയടുത്ത് ഞാൻ ചോദിക്കാറുണ്ട്, അമ്മയ്ക്ക് ടെൻഷനൊന്നും ഇല്ലേ ഇപ്പം അഭിനയിക്കാൻ പോകുന്നതിൻ്റെ അന്ന് രാവിലെ ചോദിച്ചു, ഓക്കെ അല്ലേ? അന്നേരം പറഞ്ഞു അതിനെന്താ നമുക്ക് നോക്കാം, എന്തായാലും പോവല്ലേ നമുക്ക്, അപ്പം നോക്കാം, അന്നേരം ചെയ്യാം എന്നിങ്ങനെ അമ്മ എപ്പോഴും പറയണേ. അമ്മ അപ്പൊ എന്ത് ചെയ്യുന്നു ആ സമയത്ത് തോന്നുന്നു അത് ആ ടൈമിൽ ചെയ്യും. അപ്പോൾ ഇൻ്റർവ്യൂലൊക്കെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനൊരു ചുണയോടൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ ആ ഒരു കൂളായിട്ട് ഒരു എന്ത് ഫേസ് ചെയ്ത്, ഒരു പക്ഷേ ജീവിതത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തതിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ധൈര്യം തന്നെ ആയിരിക്കും. രാജീവ് പറഞ്ഞ പോലെ തന്നെ ഈ സൗന്ദര്യ സങ്കല്പത്തിനൊക്കെ കിട്ടിയ ഒരു കൊട്ടുകൂടിയായിരുന്നു രാജീവിൻ്റെ ബ്രാൻഡിൽ അമ്മയെ മോഡലായിട്ടൊക്കെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ തന്നെയും പിന്നീട് ആളുകളൊക്കെ തന്നെയും പലയിടത്തിലൊക്കെ വെച്ച് കാണുമ്പോഴൊക്കെ അവരുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു? അത് അമ്മയ്ക്ക് ഒത്തിരി പേര് എന്താ പറയാ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പൊ പുറത്തിറങ്ങുമ്പോഴൊക്കെ ആണെങ്കിലും ഇപ്പൊ സുഹൃത്തുക്കൾ വരികയാണെങ്കിൽ തന്നെ അമ്മ അവരുടെ കൂടെ ഹാങ് ഔട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഒരു അമ്മയുടെ ഒരു എനർജി ഭയങ്കര ലൈക്കബിൾ ആണ്. അമ്മ അടുത്തറിയാവുന്നവർക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്യും. എങ്ങനെയാ അമ്മ ആ ഒരു പ്രസന്റ് മൊമെന്റിൽ എന്താ ഉള്ളതെന്നും അമ്മയുടെ ചിരിയും നല്ല ആൾക്കാരോടുള്ള കോൺവെർസേഷൻ ആണെങ്കിലും അതൊക്കെ ഭയങ്കര രസമുണ്ട്. അപ്പൊ ഇപ്പൊ ബിനാലയില് ഇപ്പം
നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും കുറേ പേര് എസ്പെഷ്യലി പെൺകുട്ടികൾ വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയും എനിക്ക് പ്രായമാകുമ്പം അമ്മയെ പോലെ ആവണം എന്ന് പറയും, അമ്മയുടെ ഈ ഒരു എനർജിയും ഇതുപോലെ ആകണം എന്ന് പറയാറുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെയും ആഗ്രഹം അത് തന്നെ, പ്രായമാകുമ്പോൾ ഞാൻ ഇതേപോലെ എനർജി ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും എന്ന് പറയാറുണ്ട്. രാജുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാജു ഒരു ബഹുമുഖ പ്രതിഭയാണ്. സിനിമയിലെ കോസ്റ്റ്യൂം ഡിസൈനിങ് അടക്കമുള്ള തീപ്പൊരി സൈമൺ അടക്കമുള്ള സിനിമയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ എത്തുന്നത്? ഫിലിം ഇൻഡസ്ട്രിയിലും അതും ഞാൻ നാട്ടിൽ ഇവിടെ നിൽക്കണം, കേരളത്തിൽ നിൽക്കണം, അമ്മ ഒറ്റയ്ക്കാണ് എന്നുള്ള ഒരു ഇത് വന്നപ്പം ഞാൻ ആ ടൈമിൽ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി പോലെ വന്നത് ഫിലിമിൻ്റെ വർക്ക്സ് ആണ്. അപ്പം എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഓക്കെ, കുറച്ച് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങിയതാണ്. ഈ ബോളിവുഡിലും അതുപോലെ തന്നെ മോളിവുഡിലും രാജു പ്രവർത്തിച്ചിട്ടുണ്ട്. എന്താണ് പ്രധാനമായിട്ടും ഈ രണ്ട് ഇൻഡസ്ട്രിയും തമ്മിലുള്ള ഒരു വ്യത്യാസമൊക്കെ? അത് ഒരു കോസ്റ്റ്യൂം ഡിസൈനർ എന്ന നിലയിൽ എന്താണ് പ്രധാനമായിട്ടും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് ഈ കോസ്റ്റ്യൂം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ തോന്നിയിട്ടുള്ളത് എന്താണ്? അതിൽ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. എനിക്ക് ഫസ്റ്റ് തോന്നിയിട്ടുള്ളത് അവിടെ പേയ്മെന്റ് കറക്റ്റായിട്ട് കിട്ടും, ഇവിടെ എനിക്ക് പേയ്മെന്റ് കിട്ടാറില്ല. അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മളുടെ എനർജിയും എഫേർട്ടും ഒക്കെ കൊടുക്കേണ്ട ആവശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതാണ് ഒരു ഡിഫറൻസ്. അത് ജോക്സ് അപ്പാർട്ട്. പക്ഷെ എനിക്ക് അവിടെ തോന്നിയിട്ടുള്ളത് ഭയങ്കരമായിട്ട് അവർ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്സുകൾ, അല്ല പ്രീ പ്രൊഡക്ഷൻ വർക്ക്സ്, അത് നല്ല എഫേർട്ട് എടുത്ത് നല്ല പ്ലാനിങ് അവിടെ നമ്മളെല്ലാവരും മൂവി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരും സ്ക്രിപ്റ്റിൽ നല്ല തറവായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നതും, ലുക്ക് ടെസ്റ്റ് ആണെങ്കിലും ഓരോ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ ലുക്ക് ടെസ്റ്റ് നമ്മൾ നേരത്തെ പ്ലാൻഡ് ആയിരിക്കും. എല്ലാ കോസ്റ്റ്യൂംസ് ആണെങ്കിലും, സിനിമാറ്റോഗ്രാഫറിൻ്റെ കൂടെയുള്ള ഇൻട്രാക്ഷൻ ആണെങ്കിലും, ആർട്ട് ഡയറക്ടേഴ്സിൻ്റെ കൂടെയുള്ള ഇൻട്രാക്ഷൻ, നമ്മളൊരു ഭയങ്കര കളക്റ്റീവായിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. അതൊരു ഭയങ്കര ഇപ്പോഴും ഭയങ്കര മെമ്മറിയും ആ സമയത്തുണ്ടായ മെമ്മറീസ് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് നല്ല പ്ലാൻഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് അവിടെ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്ത മൂവീസിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ അമ്മ വർക്ക് ചെയ്ത മൂവീസിൽ നല്ല പ്രൊഡക്ഷൻ ഹൗസും അവര് ചെയ്യുന്ന മൂവി മേക്കിംഗ്, നമുക്ക് നിന്നിട്ട് ആ സെറ്റിൽ പോകുമ്പോൾ ഒരു ആ എനർജിയും ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും അത് ലേൺ ചെയ്യാനുള്ള എന്തെങ്കിലും ഉണ്ടാവും, ഇന്ററാക്ട് ചെയ്യാനുള്ള ആരെങ്കിലും ഉണ്ടാവും. അങ്ങനെ ഒരു എനർജി എനിക്ക് അവിടെയും തോന്നിയിട്ടുണ്ട്. ഈ കോസ്റ്റ്യൂം ഡിസൈനറായിട്ടൊരു മൂവി ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ക്രിയേറ്റീവ് ആകാൻ സാധിക്കും എന്നുള്ളൊരു കാര്യമാണ്. അതായത് നമുക്കറിയാം പല മൂവികളിലും ഒരുപാട് ഐക്കണായി മാറുന്ന കുറച്ച് ഫാഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രധാനമായിട്ടും പഴയ മൂവി ആണെങ്കിലും ഇപ്പോഴത്തെ മൂവി ആണെങ്കിലും ഇപ്പം ഒരു ഡ്രസ്സൊക്കെ വെച്ച് തന്നെ ഒരു കഥാപാത്രങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, ആ മൂവി അത് വലിയ രീതിയിലൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എത്രത്തോളം ക്രിയേറ്റീവ് ആയിരിക്കാൻ ഇപ്പം ഒരു ഡയറക്ടർ പറയുന്ന കാര്യം അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നതിന് അപ്പുറമായിട്ടൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമോ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ? ഫിലിം ഇൻഡസ്ട്രിയിൽ അത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു മൂവി എന്ന് പറയുന്നത് ഒരു ഡയറക്ടറിന്റെ വിഷനാണ്. അപ്പൊ ആ ഡയറക്ടറിന്റെ വിഷനിൽ കൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. പക്ഷെ അതൊരു കളക്റ്റീവ് വർക്ക് കൂടെയാണ്. നമ്മൾ ആ ആർട്ടിന്റെ ഒരു വീടുണ്ടെങ്കിൽ ആ ഒരു പെയിന്റിങ് വരെ നമ്മൾ അതിനെ പറ്റിയിട്ടാണെങ്കിലും നമ്മൾ നോക്കണം. DOPയുടെ പാലറ്റ് എന്തൊക്കെയാണ്, ആ കാര്യങ്ങൾ റിസർച്ച് ചെയ്യണം. സോ ഇങ്ങനെ പല പല കാര്യങ്ങൾ അതിൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഈവൻ ആർട്ടിസ്റ്റുമായിട്ടുള്ള കൊളാബറേഷൻ ആണെങ്കിലും. സോ ഈ ഫാക്ടേഴ്സ് ഒക്കെ നമ്മളിങ്ങനെ കണക്ട് ആയിട്ട് എല്ലാവരും ആ ഒരു സെയിം തോട്ട്സിൽ അലൈൻഡ് അതിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴും ആ പ്രോജക്റ്റുകൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നാറ്. അപ്പോൾ യെസ്, അതെ. ആർട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്ങും മുന്നിൽ നിൽക്കുകയാണ്. എന്തായിരിക്കും താങ്കൾ ചൂസ് ചെയ്യുക? ഞാൻ എല്ലാം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്ത് വർക്ക് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും അപ്പോൾ രണ്ടും എനിക്ക് ഇഷ്ടമാണ്. രണ്ടും റിസർച്ച് ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ ഇത് രണ്ടും കൂടെ ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. വർക്കുകൾ ഇപ്പോൾ സൈനോടൈപ്പ് ആണെങ്കിലും അതിൽ കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് അത് ക്ലോത്തിങ് ലൈനിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു കൊളാബറേഷൻ വർക്ക് തന്നെയാണ് അവിടെയും സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രണ്ടും ഇഷ്ടമാണ്. രണ്ടിലും വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. ഒരു ബ്രാൻഡിൻ്റെ കീഴിലുള്ള പ്രോഡക്ട്സ് ഇപ്പം നിലവിൽ എന്തൊക്കെയാണ് ലഭ്യമായിട്ടുള്ള കോസ്റ്റ്യൂംസും, അതേപോലെ എന്തൊക്കെയാണ് ഇപ്പം ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള പീസസ് ഏതാണ്, അതേപോലെ തന്നെ എങ്ങനെയാണ് ഒരാൾക്ക് ഈസി മീഡിയം ഏതായിരിക്കും അങ്ങയുടെ ബ്രാൻഡിൻ്റെ കീഴിൽ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ഓപ്ഷനൊക്കെ ഏതാ?
ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലാക്കോട്ടൺ എന്ന് പറഞ്ഞിട്ട് കച്ചിൽ നിന്നുള്ള ഒരു ഫാബ്രിക്കാണ്. അത് ഓർഗാനിക് കോട്ടൺ ആണ്. അത് പെസ്റ്റിസൈഡ് ഒന്നും ഉപയോഗിക്കാതെ കൾട്ടിവേറ്റ് ചെയ്തുള്ള കോട്ടണിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ഫാബ്രിക്. അതിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ഇവിടെ ഫോർട്ട് കൊച്ചിയിലാണ് ഒരു സ്റ്റോർ ഉണ്ട്, ഒരു കോൺസെപ്റ്റ് സ്റ്റോറാണ്. അവിടെയാണ് ഇപ്പം പ്രോഡക്ട്സ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ബിനാലെ കടയിൽ പ്രോഡക്ട്സ് ഉണ്ട്, ബിനാലെ വരെ അവിടെ ഉണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ ഇവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ യെസ്. അതേപോലെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെയും ഒരാളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് ഈ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇതിൻ്റെ നമുക്കറിയാം ഒരു മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുക, അങ്ങനെ ഒരു വലിയൊരു കാര്യങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. ജസ്റ്റ് ഒരു കാര്യം അത് ഒറ്റയാൾ പോരാട്ടം എന്നൊക്കെ പറയുന്ന പോലെ ഒറ്റയാളായിട്ട് നിന്ന് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം എങ്ങനെയാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്? അങ്ങനെ ചോദിച്ചാല് അതെനിക്ക് ഇഷ്ടമാണ്. എല്ലാം എനിക്ക് മൾട്ടി ടാസ്കിങ് ഇഷ്ടമാണ്. അപ്പൊ പല ഇതിലും ഡേ ചിലപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവും, ഇന്ന ഡേ ഇത് ഇത്രയും വർക്ക് ഫിനിഷ് ചെയ്യണം, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ 1 month ഹോൾ പ്രോജക്റ്റിനൊരു പ്ലാനിങ്ങിനെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിലിങ്ങനെ അങ്ങ് പോകും. പിന്നെ ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. അപ്പൊ അതില് നമുക്ക് എന്താ പറയാ, അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, അങ്ങനെ തോന്നുന്നില്ല. പിന്നെ ഏറ്റവും ബുദ്ധിമുട്ട് ഈ എന്താ പറയാ, സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ നമ്മളിത് വർക്കുകൾ പോസ്റ്റ് ചെയ്യുക, ഞാൻ ഭയങ്കര മോശമാണ്. അപ്പൊ അത് കൂടുതലും ഞാൻ എക്സിബിഷൻസും അല്ലെങ്കിൽ ഇവിടെ ഓഫ്ലൈൻ സ്റ്റോഴ്സും കൂടുതലും ഞാൻ കംഫർട്ടബിൾ. അപ്പൊ ഞാൻ എല്ലാം അവിടേക്ക് കളക്ഷൻ ഇടാറാണ് പതിവ്. അപ്പോ പക്ഷെ ഇഷ്ടമാണ്, എല്ലാം മാനേജ് ചെയ്യാൻ ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഈ ഫാഷൻ എന്ന മേഖലയിൽ മാത്രമല്ലാതെ പരസ്യ ചിത്രങ്ങളിലടക്കം അസിസ്റ്റന്റ് ഡയറക്ടറായി അങ്ങനെയൊക്കെ തിളങ്ങുന്നുണ്ട്. എങ്ങനെയാണ് ആ ഒരു മേഖല, എങ്ങനെയാണ് അവിടേക്കുള്ളൊരു ടേസ്റ്റിംഗ് കൂടെ ലഭിച്ചത്? എനിക്ക് സ്റ്റോറി ടെല്ലിങ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് പല ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴും അവരുടെ സ്റ്റോറീസ് കേൾക്കാനും അല്ലെങ്കിൽ അവരുടെ തോട്ട് പ്രോസസ് അറിയാനും അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യം. ഞാൻ എവിടെയെങ്കിലും പോയിരിക്കുകയാണെങ്കിലും ഞാൻ ആൾക്കാരെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ഒരു ഡിറക്ഷൻ അല്ല അങ്ങനെ ഒരു ഇഷ്ടം എനിക്ക് തോന്നി തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയാണ് അതിലേക്ക് എത്തിയത്. ഇപ്പോൾ ഡോക്യുമെന്ററി എനിക്ക് മേക്കിംഗ് ഇഷ്ടമാണ്. അപ്പൊ അതിൽ കുറച്ച് റിസർച്ച് ചെയ്യുന്നു, അതിൽ കുറച്ച് ഇപ്പോൾ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. യെസ്, അങ്ങനെ പോകുന്നു. ഏത് ഐഡിയാസും കാര്യങ്ങളും ഒക്കെ, അതായത് ഇങ്ങനെ ഒരുപാട് മേഖലയുണ്ട്, അതിലൊക്കെയുള്ള താല്പര്യങ്ങൾ, ഇതൊക്കെ അമ്മയോട് പറയുമ്പോൾ അമ്മ എന്താണ് പറയുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ അമ്മ എനിക്കിങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അമ്മയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം അതെന്താണ്? ഇഷ്ടമുള്ളത് ചെയ്തോന്ന് പറയും. അമ്മയുടെ പോളിസി അതല്ലേ? എന്ത് ഇഷ്ടമാണോ അത് ചെയ്തോന്ന് പറയും. അങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടമാണ്. അമ്മയ്ക്ക് ഞാൻ വർക്ക്ഷോപ്പ് എടുക്കാൻ ഞാൻ ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് എൻ്റെ കൂടെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്, അവിടെ പോയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടമാണ്, എല്ലായിടത്തും വരാൻ ഇഷ്ടമാണ്, പാർട്ടി ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഒരു അമ്മയെ കിട്ടിയതിൽ വളരെ സന്തോഷം എനിക്ക്. അതെ, വൈബ് അമ്മയാണ്. അതെ അതെ അതെ. ഇപ്പൊ ഇവിടെയാണെങ്കിലും നമ്മളിങ്ങനെ പുറത്ത് പലയിടത്ത് പോകുമ്പോഴും അമ്മ ഒരു സ്ഥലത്തേക്ക് ഒരു എന്തെങ്കിലും ഷോ നടക്കുകയാണ്, അതിനുള്ളിലേക്ക് കയറിയിട്ട് ചിലപ്പോൾ തിരിച്ചിറങ്ങി ഒരു 4-5 പേരുമായിട്ട് കൂട്ടുപിടിച്ചിട്ടായിരിക്കും വരിക. എന്താണ് ഇനിയും രാജുവിന്റെ ഭാവിയായിട്ടുള്ള ഒരു പ്ലാൻസും കാര്യങ്ങളും ഒക്കെ, എന്തൊക്കെയാണ് ഐഡിയാസ്? ഇപ്പോ ഈ മെൻസ് വെയർ കളക്ഷൻ കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. അത് എന്തായാലും ദിനാലെ കഴിഞ്ഞിട്ട് അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ആർട്ട് പ്രോസസ്സുകൾ അത് ഡെയിലി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ ഒരു പ്രോജക്റ്റ് എത്തുമ്പോഴത്തേക്ക് പതുക്കെ അതിനെ ഒരു സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ചിന്തകളാണ്. പിന്നെ ഒരു ഡോക്യുമെന്ററി ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെയും വർക്കുകളുടെ ഇടയിൽ നടക്കുന്നു. പിന്നെ ഒരു ഇൻസ്റ്റലേഷൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് നടക്കുന്നു. താങ്ക് യു സോ മച്ച് രാജീവ്. അമ്മയും മകനും എല്ലാവിധ ആശംസകളും നേരുന്നുണ്ട്. രാജീവ് എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ തന്നെയും ലൈഫിൽ സംഭവിക്കട്ടെ. അമ്മയും രാജീവും സന്തോഷത്തോടെ തന്നെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുക. താങ്ക് യു സോ മച്ച്. സ്വന്തം സ്വപ്നത്തിനൊപ്പം അമ്മയും സ്വപ്നം കാണാൻ പഠിപ്പിക്കാൻ രാജീവനായി. ഇന്ന് അമ്മ കാണുന്ന സ്വപ്നത്തിനെല്ലാം രാജീവിന്റെ പിന്തുണയുണ്ടെന്ന് പറയുമ്പോൾ തന്നെ രാജീവിന്റെ താങ്ങായും അമ്മയുണ്ട്. പരസ്പരം അവർ ഒരാൾക്ക് കൂട്ടാകുന്നു. മകൻ ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങൾക്ക് അമ്മ മോഡലായത് അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ്.
2018 മോഡലിംഗ് രംഗത്തേക്ക് കടന്നു വരുമ്പോൾ രമണിയമ്മയ്ക്ക് പ്രായം 68. 70കളിലും 20ന്റെ ചുരുക്കോടെ അമ്മ രമണി പീതാംബരൻ എന്ന സിനിമയിലും സജീവമാണ്. മോഡലിംഗ് തന്നെയാണ് അമ്മയെ സിനിമയിലെത്തിച്ചത്. ഷെയ്ൻ നിഗവും രേവതിയും കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭൂതകാലം, അൻവർ റഷീദ് സംവിധാനം ചെയ്ത ഫഹദ് ഫാസിൽ, നസ്രിയ നസീം പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ട്രാൻസ് എന്നീ ചിത്രങ്ങളിലാണ് രമണിയമ്മ അഭിനയിച്ചത്. നിറത്തിന്റെയും പ്രായത്തിന്റെയും പിന്നിലെ മോഡലിംഗ് രാഷ്ട്രീയത്തോടുള്ള മറുപടി കൂടിയാണ് രമണി പീതാംബരൻ എന്ന അമ്മയുടെ മോഡലിംഗ്. മാറ്റത്തെ ഉൾക്കൊള്ളാനടക്കം ഈ അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ സാധിച്ചു. ഇന്നവർ രാജീവിന് മാത്രമല്ല ചുറ്റുമുള്ളവർക്കും പ്രിയപ്പെട്ട അമ്മയാണ്. അന്നും ഇന്നും എന്നും രാജീവിന്റെ പ്രിയപ്പെട്ട മോഡൽ അമ്മ തന്നെയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.